ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി കറികളൊന്നും കൂട്ടാതെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാല് കുറേശ്ശെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളം ചൂടുള്ള പാല് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓരോ പൊടിക്കനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നെന്നിരിക്കാം. അങ്ങനെ ഇതിപ്പം ഞാൻ ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഈ പുട്ടുപൊടി റെസ്റ്റിന് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 കപ്പ് ചിരവിയ തേങ്ങ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ചിരവിയ തേങ്ങ ഇതുപോലെ കുറേശ്ശെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച പുട്ടിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. പുട്ടുകുറ്റിയുടെ പകുതി ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതുപോലെ പുട്ടിൻ്റെ മിക്സ് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ചിരവിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയേറ്റി എടുക്കണം. അതിനായിട്ട് ഇതാ പുട്ടുപാനിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ആവിയേറ്റി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ പുട്ട് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പുട്ടും നമുക്കിതുപോലെ കുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ചിരവിയത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ പുട്ടിൻ്റെ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചിരവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് മുകളിലായിട്ടും കുറച്ച് തേങ്ങ ചിരവിയത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ആവിയേറാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറികളൊന്നും കൂട്ടാതെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടും കൂടിയാണ്. നല്ല സോഫ്റ്റുമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.